സർപ്പയജ്ഞം. ഞാൻ ജനിച്ചു വളർന്നത് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തുള്ള തലയോലപ്പറമ്പിലാണ്. വൈക്കത്തിനടുത്ത്. മൂവാറ്റുപുഴയാറിൽ കൊല്ലത്തിൽ 2 പ്രാവശ്യം വെള്ളം പൊങ്ങും. കരകൾ കവിഞ്ഞൊഴുകുകയും ചെയ്യും. ആ കാലത്ത് ഞങ്ങൾ വലിയ വഞ്ചികളിലായിരുന്നു താമസം. എന്ന് പറഞ്ഞാൽ വലിയ വെള്ളപ്പൊക്ക കാലത്ത്. ഈ മലവെള്ളത്തിലൂടെ പലതും ഒഴുകിവരും. ആന ചത്ത് ഒഴുകി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വൃക്ഷങ്ങൾ, പാമ്പുകൾ ചത്തതല്ല. അതെല്ലാം വൃക്ഷങ്ങളുടെ കൊമ്പുകളിലും വീടുകളുടെ പുറത്തും അഭയം പ്രാപിക്കും. അന്ന് നദിയിൽ തെക്കോട്ട് തോട് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പാമ്പുകളുടെ ബഹളമാണ്. പാമ്പുകടിയേറ്റ് ചിലർ മരിക്കും. പാമ്പിനെ കണ്ടാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസൽമാരും അടിച്ചു കൊല്ലും. വെള്ളം ഇറങ്ങി വീടുകളിലെ ഈർപ്പം മാറി ഉണങ്ങി വരുന്ന കാലം. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ബാപ്പ 1 മാസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. നദിയുടെ ഇക്കരെ അന്ന് ബാപ്പായ്ക്ക് പലചരക്ക് കട ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ബാപ്പായ്ക്ക് തടിക്കച്ചവടമാണ് ജോലി. തടിച്ചങ്ങാടം നദിയിലൂടെ കൊണ്ടുവന്ന് കരയ്ക്ക് കയറ്റി നിരത്തിയിടും. അന്നൊക്കെ ഞാൻ കണി കാണുന്നത് ആനകളെയാണ്. തടി കയറ്റാൻ കൊണ്ടുവരുന്ന ആനകളെ. അന്നൊരു രാത്രി 11 മണിക്ക് ഞാൻ മൂത്രമൊഴിക്കാൻ എണീറ്റു. നോക്കുമ്പോൾ അടുക്കളയുടെ അടുത്തുള്ള മൺതിട്ട വരാന്തയിൽ മണൽ വിരിച്ച 3 കല്ലുകൾ വെച്ച് കൊതുമ്പ് കത്തിച്ച് ഉമ്മ നെയ്യപ്പം ഉണ്ടാക്കുകയാണ്. ബാപ്പായും മറ്റു കുട്ടികളും അകത്ത് ഉറക്കമാണ്. ഉമ്മായിക്ക് കൂട്ടിന് അയലത്തെ ഒരു യുവതിയുമുണ്ട്. അവൾ കുറേ ചകിരി കൊണ്ടുവന്ന് കയർ പിരിക്കുന്നു. ഒരു ചെറിയ പാട്ടവിളക്ക് ഉമ്മായുടെ അടുത്ത് പ്രകാശിക്കുന്നുണ്ട്. മുറ്റത്തും മറ്റും നല്ല കൂരിരുട്ടാണ്. ഞാൻ അയലുള്ളിലേക്ക് ചാടി. മുറ്റത്തിനടുത്തായി പുതുതായി കുഴിച്ച കിണർ. അതിന് അരമതിൽ കെട്ടിച്ചിട്ടില്ല. കിണറ്റുകരയിൽ കുടത്തിൽ വെള്ളം മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ ദൂരെ ഇരുട്ടിൽ മൂത്രം ഒഴിച്ച് കഴുകി വന്ന് ഉമ്മായുടെ അരികിൽ നിന്ന് മുറത്തിൽ നിന്ന് നെയ്യപ്പം എടുത്ത് കീറി തിന്നാൻ തുടങ്ങി. ഞാൻ ഇരിക്കുന്നത് മുറ്റത്തേക്ക് കാലുകൾ നീട്ടിയാണ്. ഞാൻ കാലുകൾ ആട്ടുമ്പോൾ പിരിച്ചിട്ട കയറിൽ കാലുകൾ തടയുന്നുണ്ട്. അങ്ങനെ നെയ്യപ്പം തിന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കഥകളിലെ മുദ്ര കാണിക്കുന്നത് മാതിരി ഇരുന്നു പോയി. ഒരനക്കവുമില്ല. വലതു കൈയിലെ നെയ്യപ്പം വായിലേക്ക് കൊണ്ടു ചെല്ലുന്നു. അങ്ങനെ തന്നെ ഇരിക്കുന്നു. കാരണം എൻ്റെ വലതുകാലിൻ്റെ മുട്ടിനടുത്ത് പാമ്പിൻ്റെ വാലനങ്ങുന്നു. ഷൂ എന്ന് തൂശി പോലുള്ള വാലല്ല. വണ്ണം കുറഞ്ഞു വന്നിട്ട് ഷൂ എന്നാകാത്ത കറുത്ത വാല്. തല എൻ്റെ പാദത്തിൽ വെച്ചിട്ട് പാമ്പ് എൻ്റെ കാലിൽ ഭംഗിയായി ചുറ്റിരിക്കുകയാണ്. കറുത്ത പാമ്പ് തന്നെ. അങ്ങിങ്ങായി വെള്ളപ്പുള്ളികളുണ്ടോ എന്ന് സംശയം. എൻ്റെ ഇരിപ്പ് കണ്ട് കയർ പിരിച്ചിരുന്ന യുവതി നോക്കി. അവൾക്ക് ചിരിക്കാനാണ് തോന്നിയത്. എന്നാൽ പെട്ടെന്ന് ചിരി ഭയങ്കരമായ അലർച്ച പോലുള്ള കരച്ചിലായി. ഉമ്മായും കണ്ടു. ഉമ്മയും യുവതിയും കൂടി വലിയ വായിലെ നിലവിളിക്കാൻ തുടങ്ങി. ബാപ്പ എണീറ്റ് വന്നു. ചൂട്ട്, പന്തം, വിളക്കുകൾ, വടികൾ എന്നിവയുമായി ഞൊടിയിട കൊണ്ട് അയൽപ്പക്കങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ 10-30 ആളുകൾ മുറ്റത്ത് കൂടി. എന്തു ചെയ്യണം? ആർക്കും ഒരു പിടിപാടുമില്ല. വിളക്കുകളുടെ ഒരു വലിയ അർദ്ധവൃത്തം മുറ്റത്ത്. വെളുത്ത കാല്, പളപള മിന്നുന്ന കറുത്ത പാമ്പ്. ശ്വാസം പിടിച്ചു നിൽക്കുന്നതിനിടയിൽ അനങ്ങരുത്, അനങ്ങരുത് എന്നാരോ പറഞ്ഞ്. തുടർന്ന് ആരോ കോവി. ശബ്ദം കേട്ട് എൻ്റെ മാമ വന്നു. ഞാൻ അനങ്ങാതെ ശ്വാസം കൂടി കഴിക്കുന്നില്ലാത്ത മട്ടിലാണ്. എന്തു ജാതിയാണ്? ആരോ ചോദിച്ചു. പാമ്പ് വർഗത്തെ അറിയാവുന്നവർ പറഞ്ഞു. കരിവിഴല, കരിമോത്തി എന്ന ഇനത്തിൽപ്പെട്ട ഭയങ്കര വിഷമുള്ള പാമ്പാണ് എൻ്റെ കാലിൽ ചുറ്റിയിരിക്കുന്നത്. എന്തോ പച്ചമരുന്ന് അരച്ചു കലക്കിയ വെള്ളം തളിച്ചാൽ അതിറങ്ങിപ്പോകും. ബാപ്പ പറഞ്ഞു. വേണ്ട, വെള്ളം തളിച്ചാൽ അത് എൻ്റെ കാലിൽ കടിച്ചെങ്കിലോ? അതിറങ്ങി വരുമ്പോൾ നമുക്കും കൊല്ലാം. കുറേ പേർ വധത്തിന് തയ്യാറായി. ഒരത്ഭുതമുള്ളത്, എൻ്റെ കാലിൽ ചുറ്റിയിരിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. അത് തീരെ മുറുകാതെയാണ് ചുറ്റിയിരിക്കുന്നത്. അതെന്തിന് എൻ്റെ കാലിൽ ചുറ്റി? ഞാൻ മുറ്റത്ത് ചാടി ഇറങ്ങുമ്പോൾ അതെവിടെ ഉണ്ടായിരുന്നു. ഇരട്ടത്ത് പോകുമ്പോൾ വിളക്ക് കൊണ്ടുപോയിരുന്നില്ല. അതിൻ്റെ പുറത്ത് ചവിട്ടിയിരുന്നെങ്കിലോ? പാമ്പ് കടിച്ചു മരിച്ച പലരെ പറ്റിയും ഞാൻ ഓർത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ തന്നെ അത് ചുറ്റടിച്ച് ആളുകളുടെ ഇടയിലൂടെ അസ്ത്രം വിട്ടവണ്ണം ഒരു പാച്ചിൽ. ഞാൻ ശ്വാസം വിട്ടു. എന്തോ പച്ചമരുന്നരച്ച് കലക്കിയ വെള്ളം കൊണ്ട് കഴുത്തിന് കീഴ്പോട്ട് എന്നെ കഴുകി. പാമ്പ് ചുറ്റിയ കാലും. വന്നവർക്കെല്ലാം നെയ്യപ്പവും കടുംചായയും കൊടുത്തു. ഇതാണ് പാമ്പും ഞാനുമായുള്ള ആദ്യത്തെ ഇടപാട്. ആ കാലത്ത് പാമ്പ് പിടുത്തമായിരുന്നു പ്രധാന ജോലി. നീർക്കോലി, ചേര എന്നിതുങ്ങളെ ഓടിച്ചിട്ട് വാലിൽ പിടിച്ച് തൂക്കും. തലയോലപ്പറമ്പിലെ വീടിൻ്റെ മുൻവശത്തെ പബ്ലിക് റോഡുണ്ട്. അന്നത് വെറും മണൽ റോഡായിരുന്നു. മഴ പെയ്യുമ്പോൾ അങ്ങുമിങ്ങുമുള്ള തോടുകൾ നിറഞ്ഞ് റോഡിൽ വെള്ളമുണ്ടാകും. മീനും. വെള്ളം വേഗം വറ്റിപ്പോകും. വലിയ വരാലുകൾ ചിലപ്പോൾ വഴിതെറ്റി റോഡെ ഇഴഞ്ഞു വരും. ആയിടെ ബാപ്പ ഒരു ഇലക്ട്രിക് ടോർച്ച് കൊണ്ടുവന്നു. കട്ടിയിൽ ഉണ്ടയായ ചില്ലുള്ളതാണ്. അതിൽ നിന്ന് 3 തരം വെളിച്ചം വരും. പച്ച, ചുവപ്പ്, മഞ്ഞ. ആ വിളക്ക് മറ്റുള്ളവരെ കാണിക്കാനും എന്തോ സാമാനം വാങ്ങാനുമായി ഞാൻ ഒരു സന്ധ്യയ്ക്ക് ചന്തയിൽ പോയി. കടകളെല്ലാം അവിടെയാണ്. അധികം ദൂരമില്ല. ചന്തയിൽ വെച്ച് ഒരു മഴ പെയ്തു. മഴ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ
വെള്ളമണൽ നിറഞ്ഞ റോഡ് ഒത്ത നടുവിലൂടെ ഒരു മൂർഖൻ വരുന്നു. ഞാൻ വേലിയിൽ നിന്ന് ഒരു കടലാവണക്കും പന്തൽ ഒടിച്ചെടുത്തു. പാമ്പിൻ്റെ നേർക്ക് ചെന്നു. നോക്കുമ്പോൾ വലിയ ഒരു വരാൽ മത്സ്യമാണ്. അവനെ കുഞ്ചിക്ക് പിടിച്ചു കൊണ്ടുപോയി വീട്ടിൽ ഉമ്മയുടെ പക്കൽ കൊടുത്തു. അതിനുശേഷം വരാൽ ഞാൻ കൂട്ടാതെയായി. കാണുമ്പോൾ മൂർഖൻ പാമ്പിനെ ഓർക്കും. അന്നുച്ചയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഊണും കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവുകയായിരുന്നു. വീടിൻ്റെ മുൻവശത്തുള്ള വഴിയിൽ വെള്ളമുണ്ട്. അവിടെ ഒരു പെൺകുട്ടി വെള്ളത്തിൽ ഒരു കൊട്ട കമിഴ്ത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അവൾ എന്നോട് പറഞ്ഞു, ഇതിലൊരു നീർക്കോലിയുണ്ട്. ഞാൻ പറഞ്ഞു, നീ കൊട്ട പൊക്ക്, ഞാനതിനെ വാലിൽ പിടിച്ചു പൊക്കാം. അവൾ കൊട്ട ലേശം പൊക്കി. വാൽഭാഗം വെളിയിൽ വന്നു. നീർക്കോലി, ചേര എന്നിതങ്ങളുടെ വാല് ഷൂ എന്ന് സൂചി പോലെ പോകുമെന്ന് പറഞ്ഞില്ലേ? ചിലയിനം പാമ്പുകളുടെ വാലും അങ്ങനെ തന്നെ. എന്നാൽ മൂർഖൻ മുതലായവയുടേത് ഡങ്ക് എന്ന് വന്ന് നിൽക്കും. ഇതിൻ്റെ വാല് സൂചി പോലെയല്ല. പെട്ടെന്ന് അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ വാലിൽ പിടിച്ചു പൊക്കി. ആകെ ഒരുമാതിരി വെള്ളയാണ്. അതിൽ പകുതി ഞാൻ വളച്ച് മേൽപോട്ടുയർത്തി പത്തി വിതിർത്തി നിൽപ്പായി. എൻ്റെ മൂർഖൻ! ഞാൻ അതിനെ നിലത്തിട്ടോടി.